യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനോടും നമ്മളുടെ സഹവിശ്വാസികളായ ആളുകളോടും ചേർന്ന് നമ്മൾ എങ്ങനെയാണ് സ്നേഹത്താലുള്ള കൂട്ടായ്മ ആചരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായ കൽപ്പനകളും ഉപദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചതായ ആ പഠിപ്പിക്കലുകളെ ആധാരമാക്കിക്കൊണ്ട് തന്നെ അപ്പോസ്തലന്മാരും അതേപോലെ തന്നെ സുവിശേഷങ്ങളിലെ എഴുത്തുകാരും ലേഖനങ്ങളിലെ എഴുത്തുകാരുമായ പ്രിയപ്പെട്ടവർ വളരെ സുവ്യക്തമായി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിക്കുന്നത്. നമ്മളുടെ ജീവിതം, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുള്ള ജീവിതം ഏറ്റവും ധന്യകരവും അതേസമയം തന്നെ നമുക്ക് വളരെ സന്തോഷവും നൽകുന്നതായി മാറണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഈ കൽപ്പനകളിലൂടെ തന്നെ പോയേ മതിയാവുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ നമ്മെ കർത്താവ് സ്നേഹിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരായ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പന വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിന് ആസ്പദമായിട്ടുള്ള ഒരു വേദഭാഗം വായിച്ചാണ് ഇത് നമ്മൾ വചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3:11 നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലനായ യോഹന്നാൻ നമ്മോട് പറയുന്നു, നമ്മൾ കേട്ടതായ ദൂത് അത് ആദ്യം മുതലേ ഉള്ള ദൂതാണ്. ആ ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നതായ ചിന്ത, അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരോടും അതേപോലെ തന്നെ ആ ശിഷ്യന്മാരാൽ പഠിപ്പിക്കപ്പെട്ടതായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജീവിതത്തിനും പ്രവർത്തനത്തിനും സാക്ഷ്യം വഹിച്ചതായ ആളുകളോട് ഓർമ്മിപ്പിച്ചു പറയുന്ന ഒരു കാര്യം, നാം ആദ്യം മുതൽ കേട്ട ദൂത്, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്, എപ്പോഴും കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്നതായ ഒരു കാര്യം, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കേവലം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ ഒരു ഊന്നലല്ല സ്നേഹത്തെക്കുറിച്ച് ഉള്ളതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശുക്രിസ്തു പറഞ്ഞതുമായ ഉപമകൾ, അതേപോലെ തന്നെ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, അതൊക്കെ സുവിശേഷങ്ങൾ എഴുതിയാൽ ആകാശം മുഴുവനും ഒരു പേപ്പർ പോലെ നമ്മൾ വിരിച്ചാൽ പോലും അതിലൊന്നും ഒതുങ്ങയില്ല. അത്രത്തോളം കർത്താവ് യേശുക്രിസ്തു പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോസ്തലന്മാര് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു കാര്യം നാം തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പലപ്പോഴും ക്രിസ്ത്യാനികളായ ആളുകൾ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ ആളുകൾ തമ്മിൽ സ്നേഹമില്ലാത്തവരായും ഐക്യതയില്ലാത്തവരായും ജീവിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വാസ്തവത്തിൽ അതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ തമ്മിൽ സ്നേഹിച്ചാൽ, ഐക്യതയോടുകൂടെ നിന്നാൽ കർത്താവിൻ്റെ ആ ഒരു വേല, കർത്താവിൻ്റെ പ്രവൃത്തി ദേശത്ത് വളരെ ശക്തിയോടുകൂടെ നടക്കുമെന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് പിശാച് പലപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ തമ്മിൽ ഐക്യത ഉണ്ടാകാത്തതും അതേപോലെ തന്നെ തമ്മിൽ സ്നേഹമില്ലാത്തതുമായ അവസ്ഥ ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു വസ്തുത നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും വെച്ചുകൊണ്ട് നമുക്ക് സാത്താനെ എങ്ങനെ നേരിടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐക്യതയോടുകൂടെ നിന്ന് നേരിടാം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ഒരു ഭാഗമുണ്ട്. പത്രോസ് അപ്പോസ്തലനെ കൊല്ലുവാൻ ഹെരോദാവ് പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. വാസ്തവത്തിൽ അത് പിശാചിന്റെ ഒരു തന്ത്രം കൂടിയാണ്, ജനത്തെ പേടിപ്പിക്കുക. അതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതായ പത്രോസ് തൻ്റെ ഒറ്റ പ്രസംഗത്തിലൂടെ തന്നെ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ആ കാലത്തെ ഒരു പൊതു വർത്തമാനമായിരുന്നല്ലോ. അത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ശക്തനായ ഒരു ദൈവദാസനെ നശിപ്പിക്കുക വഴി, ഇല്ലാതാക്കുക വഴി ഈ ക്രൂശിന്റെ മാർഗത്തെ നിർത്തുവാൻ കഴിയുമെന്ന് പിശാച് ആലോചന ചെയ്തു. പക്ഷേ ദൈവസഭ എന്ത് ചെയ്തു? ദൈവസഭ അവർ ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ചു, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, അവർ സ്നേഹത്തിൽ ഐക്യതയുള്ളവർ ആയിരുന്നു. എന്താ സംഭവിച്ചത്? അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം തുറക്കുവാനിടയായി തീർന്നു.
വാസ്തവത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്കാണ്, സമൂഹത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമായിരിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നാം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയും അവിടെ തനിച്ചല്ല. ഒരു വ്യക്തിയുടെ ആത്മീയമായ വളർച്ചയ്ക്ക്, അതായത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരേ കർത്താവിനെ വിശ്വസിക്കുകയും ഒരേ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുകയും ഒരേ കർത്താവിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതായ ആളുകൾ, അവർ വ്യക്തിപരമായി പോലും നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്തീയ സ്നേഹ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ ചുറ്റുമൊക്കെ കാണുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശുശ്രൂഷകളെ പോലും വിമർശിക്കുന്ന ഒരു കാലം, സഭകളിൽ അനൈക്യത കൊണ്ടുവരുന്നതായ സാത്താന്റെ തന്ത്രം വളരെ ശക്തമായി പ്രബലമായി നിൽക്കുന്നതായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഐക്യതയോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും ഐക്യമത്യത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടും. പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ പത്രോസിനെ വിടുവിപ്പാൻ കഴിയുമായിരുന്നില്ല. കാരണം ദൈവം എപ്പോഴും സഭയുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലല്ലാതെ ദൈവം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഉപദേശിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ്. ആ സമൂഹം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവൻ്റെ വചനത്തെ ദിനംതോറും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അതേ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു സമൂഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പന നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധ്യമല്ല. പക്ഷേ അത് നമുക്ക് സമൂഹമായി, സഭയായി, അതേ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ പരിമിതപ്പെട്ടവരായിരിക്കുന്നുവോ, നമ്മൾ ഏതൊക്കെ അവസ്ഥകളിൽ കഴിവ് ഇല്ലാത്തവരായിരിക്കുന്നുവോ, അവിടെ എല്ലാം തന്നെ തമ്മിലുള്ള കൂട്ടായ്മയിലൂടെയുള്ള ആ ഒരു റിസോഴ്സസ്, ആ വിഭവങ്ങൾ, ആ ഒരു കഴിവുകൾ, ആ ഒരു അനുഗ്രഹങ്ങൾ, ആ ഒരു ആത്മീകമായ വരങ്ങൾ, അതെല്ലാം തന്നെ നമ്മളുടെ കൽപ്പന അനുസരണത്തിന് വളരെ സഹായകമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ദൈവസഭ അല്ലെങ്കിൽ ദൈവം ഒരുക്കിയതായ സമൂഹത്തിലേക്ക് നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ജീവിതം ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമായി തീരും. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ വളരെ ക്രിയാത്മകമായി നിൽക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആത്മീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിച്ചും ആത്മീയമായ ആരാധനയിലും മുന്നേ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം എന്നോടും നിങ്ങളോടും പറയുന്ന കൽപ്പനകളെ നമുക്ക് വളരെ എളുപ്പം തന്നെ അനുസരിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദൻ, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വചനത്തിൽ ഉറച്ചു നിൽക്കാം. അതേ നമ്മൾ വായിച്ചതുപോലെ, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്നത്തെ സന്ദേശം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ആരെങ്കിലും ശാരീരികമായോ മാനസികമായോ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ വളരെ പ്രയാസം നേരിടുന്നതായ, ആത്മീയമായ വളർച്ചയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ഈ വചനം മൂലം അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും വിടുതലുണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.